ബിഗ് ബോസ് 6ാം സീസണിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ മത്സരാർത്ഥി ജാസ്മിൻ ജാഫർ തന്നെയാണ്. ഇതിന് കാരണങ്ങളുണ്ടെന്നതും വസ്തുതയാണ്. വിവാഹം ചെയ്യാനിരുന്ന ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ജാസ്മിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത് ചർച്ചാ വിഷയമായി മാറിയിരുന്നു. ജാസ്മിൻ തന്നെ വഞ്ചിച്ചെന്നും തനിക്ക് മാനഹാനി ഉണ്ടായെന്നും ഇദ്ദേഹം തുറന്നടിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ദിയാസന തന്നെ. ഈ ചെറുപ്പക്കാരൻ ചെയ്തതിലും തെറ്റുണ്ടെന്നാണ് ദിയാസന ഇപ്പോൾ തുറന്നു പറയുന്നത്. ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പിൽ അവൾക്ക് ആകർഷണം തോന്നി, ഗബ്രിക്കും തോന്നി. ഇവർ മാത്രമായുള്ള നിമിഷങ്ങളാണ് അവിടെ നടക്കുന്നത്. സ്വാഭാവികമായും മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാവുന്ന ഇമോഷൻസ് അവിടെ വർക്ക് ചെയ്തു. പുറത്തുള്ള ആളിനെ മറന്നു. ചതിച്ചു എന്ന് പറഞ്ഞാലും ഞാൻ മനസ്സിലാക്കും. എന്നാൽ ഇപ്പോൾ ജാസ്മിനെ താൻ കുറ്റപ്പെടുത്തുന്നില്ലെന്നാണ് ദിയാസന പറയുന്നത്. ജാസ്മിൻ ഉൾപ്പെടുന്ന പേഴ്സണൽ ചാറ്റ് പുറത്തുവിട്ട ആളാണ് പുറത്തു നിൽക്കുന്ന ജാസ്മിൻ്റെ എക്സായ അഫ്സൽ. അത് നിയമപരമായി തെറ്റാണ്. അയാൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഞാനത് നേരിട്ട് കണ്ട കാര്യം കൂടിയാണ്. മാനസികമായും വർക്ക് റിലേറ്റഡ് ആയുമെല്ലാം അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിച്ചു. അയാളുടെ ആത്മാഭിമാനത്തിന് ഭയങ്കര പ്രശ്നമുണ്ടായിട്ടുമുണ്ട്. പ്രത്യേകിച്ച് ജാസ്മിൻ തന്നെയാണ് ഇയാളുടെ പേര് പരാമർശിച്ചതും ഇട്ടുകൊടുക്കുന്നതും. പക്ഷേ ജാസ്മിനുമായുള്ള വ്യക്തിപരമായ ചാറ്റ് പുറത്ത് കാണിച്ചപ്പോൾ എന്താ ഇയാൾ ഇങ്ങനെയെന്നൊരു സാധനം ഉള്ളിൽ വന്നിരുന്നു. അവൾ അവിടെ കാണിച്ച വൃത്തികേടിൻ്റെ അത്രയും ഇല്ല ഇതെന്ന് പലരും പറയും. പക്ഷേ നിയമപരമായിട്ട് പോലും തെറ്റായ കാര്യമാണ് അയാൾ ചെയ്തത്. പ്രശ്നമുണ്ടായെങ്കിൽ കേസ് കൊടുക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ ജാസ്മിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാനേ തോന്നുകയുള്ളൂ. എന്ന് വെച്ച് എക്സിനുണ്ടായ ഇമോഷണലുകൾക്ക് വിലയില്ല എന്നതല്ല. പക്ഷേ ഇങ്ങനെ ചെയ്തതിലൂടെ അയാൾക്ക് സമാധാനമായോ എന്നതാണ് എൻ്റെ ചോദ്യം. ജാസ്മിൻ്റെ വാപ്പ എന്നോട് പറഞ്ഞത് ഇതുകൊണ്ട് അയാൾക്ക് സമാധാനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സമാധാനമാകട്ടെ, ഇനി നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്നതാണെന്നും ദിയാസന തുറന്നടിച്ചു. ജാസ്മിൻ്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ചും ദിയാസന സംസാരിച്ചിരിക്കുകയാണ്. ജാസ്മിൻ പോയതിനു ശേഷമാണ് അവളുടെ കുടുംബത്തെ അറിഞ്ഞത്. അവർ ഇപ്പോൾ ഒരുപാട് ഫേസ് ചെയ്തു. അവർക്കൊപ്പം നിന്നവർ അവരെ ചതിച്ചു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ പറഞ്ഞ എക്സ് ഉൾപ്പെടെയുള്ളവർ വിവാദത്തിൻ്റെ സമയത്ത് അവരെ ചതിച്ചത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പല യൂട്യൂബേഴ്സും പറയുന്നത് അവർക്ക് വിഷയമല്ല, കൂടെ ഉണ്ടായിരുന്നവർ ചതിച്ചത് മാത്രമാണ് അവരുടെ പ്രശ്നമെന്നും ദിയാസന വ്യക്തമാക്കി. ഇപ്പോൾ അവർ ശക്തരായി വരുന്നുണ്ടെന്നാണ് ദിയാസന പറയുന്നത്.